തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ മദ്യം വിതരണം ചെയ്തതായി ആരോപണം. വയനാട് തോൽപ്പെട്ടിയിലാണ് സംഭവം. CPIM പ്രവർത്തകർ ഇന്നലെ രാത്രി ഉന്നതിയിൽ മദ്യം വിതരണം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് കോൺഗ്രസ് ആരോപണം. സംഭവത്തിൽ പോലീസ് എത്തി പിടികൂടിയ 3 CPIM പ്രവർത്തകരെ മറ്റ് പ്രവർത്തകർ ചേർന്ന് മോചിപ്പിച്ചെന്നും പരാതിയുണ്ട്. സ്ഥലത്ത് 7 മണിക്ക് ശേഷം എത്തരുതെന്നായിരുന്നു പോലീസ് നിർദ്ദേശം. എന്നാൽ ഒരു വിഭാഗം CPIM പ്രവർത്തകർ രാത്രി എത്തിയിരുന്നു. ഇവർക്കൊപ്പം സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു. ഇത് UDF പ്രവർത്തകർ തടയുകയായിരുന്നു. സംഘർഷാവസ്ഥ ഉണ്ടായതോടെ പോലീസ് സ്ഥലത്ത്. ഞങ്ങൾ വാടക കൊടുത്ത് പാർട്ടി തെരഞ്ഞെടുപ്പ് ഓഫീസ് ഈ വീട് വാടകയ്ക്ക് വാങ്ങിയതാണ്. പ്രവർത്തനങ്ങൾ കഴിയുന്ന സമയങ്ങളിൽ അതാത് ദിവസത്തെ പാർട്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഞങ്ങൾ ഈ ഭവനത്തിൽ കൂടാറുണ്ട്. മറ്റെന്താ സംഭവം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. പുറത്തെന്തൊക്കെയോ കുപ്രചരണങ്ങൾ നല്ല രീതിയിൽ അടിച്ചു വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി ഞങ്ങൾ കാണുന്നത് ഇവിടെ മാറി മാറി വന്ന ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകൾ കാണിച്ച കടും കാര്യസ്ഥത ഞങ്ങൾ പല പ്രാവശ്യമായി പുറത്തു കൊണ്ടിരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ എന്തോ നടന്നു എന്ന് ഉള്ള പ്രചരണമാണ് അടിച്ചത്. അത് ആര് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ശരിയല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആളുകൾക്ക് മദ്യവും ഭക്ഷണവും പണവും കൊടുത്ത് വോട്ട് സ്വാധീനിച്ച് അധികാരത്തിലേക്ക് വരുന്ന സിസ്റ്റം ശരിയല്ല. നിഷ്പക്ഷപാതികളായ ജനങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിച്ച ചിഹ്നത്തിൽ ആഗ്രഹിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ. പക്ഷേ അതില്ലാതാക്കിക്കൊണ്ട് വോട്ട് സ്വാധീനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണർ ഇടപെട്ട് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ആ സ്ഥാനാർത്ഥിക്കെതിരെ ആ പാർട്ടിക്കെതിരെ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ വാർത്ത എൻ്റെ ശ്രദ്ധപ്പെട്ടിരുന്നു. പൂതാടി പഞ്ചായത്ത് 1-ാം വാർഡിലാണ് നടന്നിട്ടുള്ളത്. അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി നേതാക്കളാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് അറിയാൻ കഴിയും. സ്ഥാനാർത്ഥിക്കും പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സ്ഥാനാർത്ഥി നടക്കില്ല. സ്ഥാനാർത്ഥിക്കും പങ്കുണ്ട്. അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള ഗൗരവമായ അന്വേഷണം ഈ കാര്യം നടത്തണം. ആദിവാസി കോളനികൾക്ക് വ്യക്തമായ രീതിയിൽ പോലീസ് സംരക്ഷണം നൽകണം.